എളമരം കരീം അടക്കം പാർലമെന്റിൽ വലിയ തരത്തിലുള്ള പ്രക്ഷോഭം ഉയർത്തിയതാണ് ഈ വിഷയത്തിൽ. അന്ന് പക്ഷേ കോൺഗ്രസ് എടുത്ത നിലപാടുകളുണ്ട്. കോൺഗ്രസ് ആ സമരത്തിലെ ഈ ലേബർ കോഡിനെ ഗൗരവത്തിലെടുത്തിരുന്നുള്ള ഒരു പ്രശ്നമുണ്ട്. INTUC എടുത്ത അതേ ഗൗരവത്തിൽ കോൺഗ്രസ് എടുത്തിരുന്നില്ല എന്നുള്ള ആക്ഷേപം ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുകയാണ്. ഏതായാലും ഇന്ന് സമരത്തിൽ INTUCൻ്റെ അടക്കം വലിയ എല്ലാ സംഘടനകളും BMS ഒഴിച്ച് പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ ശ്രീ റോണി കെ ബേബി, ഇപ്പൊ ഏതായാലും ഇപ്പോഴും എടുത്തിട്ടില്ല. അതെ, അത് തന്നെയാണ് വിഷയം. ഇപ്പോഴും കോൺഗ്രസ് ഈ നിലപാട് എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. INTUC ശക്തമായി നിൽക്കുമ്പോഴും ഒരു പിന്തുണ കൊടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളത് ആക്ഷേപമായി നിലനിൽക്കുകയാണ്. ശ്രീ റോണി കെ ബേബി, 2014 ശ്രീ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവർ നടപ്പാക്കുന്ന തീവ്ര വലതുപക്ഷ സാമ്പത്തിക നയങ്ങൾ, ആ സാമ്പത്തിക നയങ്ങളെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതിന്റെ അകത്ത് കോൺഗ്രസിന്റെ നിലപാടിൽ വെള്ളം ചേർത്തു എന്നൊന്നും ആക്ഷേപം ഇവിടെ ആരും ഉന്നയിക്കേണ്ട. 2018-ലും 2019-ലും ഒക്കെ ഈ ഇപ്പോഴുള്ള ലേബർ കോഡ് ആക്ടുകളൊക്കെ പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോൾ അതിനു മുമ്പ് ആദ്യമായി 1946-ലെ ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെന്റ് സ്റ്റാൻഡിംഗ് ഓർഡർ ആക്ട് അമെന്റ്മെന്റ്, അതിലാണ് ഇവിടുന്ന് തുടങ്ങുന്നത്. ഇത് ഈ 2025-ൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ BJP ഗവൺമെന്റ് കൊണ്ടുവന്ന, അല്ലെങ്കിൽ നരേന്ദ്രമോദി ഓമനപ്പേരിട്ട് വിളിക്കുന്നുണ്ട്, ശ്രം ശക്തി നീതി. ഈ ലേബർ കോഡ് ഒക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം പറയുന്ന ഓമനപ്പേരിട്ട് വിളിക്കുന്നതാണ് ശ്രം ശക്തി നീതി. പക്ഷെ ഇവിടെ ശ്രം ശക്തിക്ക് നീതിയല്ല, ശ്രം ശക്തിക്ക് അനീതിയായി ഈ നിയമങ്ങൾ മാറുകയാണ്. ഈ ഓമന പഞ്ചാര വാക്കുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ആദ്യം മുതൽ തന്നെ കോൺഗ്രസ്, കാരണം ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന ആർക്ക് വേണ്ടിയാ? ഈ രാജ്യത്തെ തൊഴിലാളി വർഗത്തിന് വേണ്ടി, ഈ രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് പോരാട്ടം നടത്തുന്നത്. നിങ്ങൾ ഉന്നയിക്കുന്ന സാമൂഹ്യ നീതിയുടെ വിഷയത്തിൽ ഈ രാജ്യത്തെ അധ്വാനിക്കുന്നവരുണ്ട്, തൊഴിലാളി വർഗമുണ്ട്. ഈ രാജ്യത്തെ ഈ പറയുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇത് വളരെ വ്യക്തമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത് എന്ന് വളരെ വ്യക്തമാണ്. കാരണം എന്താ? പ്രതിരോധങ്ങൾ ഇല്ലാതാക്കുക, പ്രതിഷേധങ്ങൾ ഇല്ലാതാക്കുക, സംഘടിത ശക്തികള്, ഇവിടുത്തെ സംഘടിത തൊഴിലാളി വർഗം, കാരണം അവർക്ക് ഈ അവകാശങ്ങൾ കിട്ടിയത് നമുക്കറിയാം. ബ്രിട്ടീഷുകാരുടെ കാലത്തും അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ തൊട്ടു പിന്നാലെയും ഒക്കെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ജനവിഭാഗം, അവർക്ക് ഇതുപോലെയുള്ള അവകാശങ്ങൾ കിട്ടിയത്, അല്ലെ അന്തസ്സോടെ തൊഴിലാളി വർഗത്തിന് തലയുയർത്തി നിൽക്കുവാനായിട്ട് ഈ രാജ്യത്തെ പ്രാപ്തമാക്കിയത് ഈ രാജ്യത്തെ ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാരുകൾ എത്രയോ ആക്ടുകൾ, മിനിമം വേജസ് ആക്ട് ഉൾപ്പെടെ, ഇൻഡസ്ട്രിയൽ റെഗുലേഷൻ ആക്ട് ഉൾപ്പെടെ എത്രയോ ആക്ടുകൾ ഇവിടെ കൊണ്ടുവന്നു. അതിന്റെ എല്ലാം പരിണിത ഫലമായിട്ടാണ് തൊഴിലാളി വർഗം അന്തസ്സോടെ അഭിമാനത്തോടെ തലയുയർത്തി നിർത്തിയത്. പക്ഷെ ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട BJP-യുടെ നേതാവ് നന്ദു പറയുന്നത് കേട്ടു, ഇതിനെ എതിർക്കുന്നവരെല്ലാം വലതുപക്ഷ സാമ്പത്തിക താല്പര്യങ്ങളുള്ളവരാണ്, അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്ന സംഘടനകളെല്ലാം വലതുപക്ഷ സാമ്പത്തിക നയങ്ങളെ പിന്തുടരുന്നവരാണ്. ഇപ്പോൾ എനിക്ക് നന്ദുവിനോട് ചോദിക്കാൻ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇപ്പോൾ BMS എന്ന് പറയുന്നത് അങ്ങൊരു പക്ഷേ തൊഴിലാളി വർഗത്തിന്റെ നേതാവായിരിക്കില്ല, അങ്ങൊരു പക്ഷേ BMS-ന്റെ നേതാവായിരിക്കില്ല. പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് BMS എന്ന് പറയുന്ന ഒരു സംഘപരിവാർ സംഘടനയാണ്. BMS ഈ 4 തൊഴിൽ കോഡുകളെ അംഗീകരിച്ചിട്ടുണ്ടോ? ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് BMS ഇതിനെ പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല. ഇപ്പോഴും BMS-ന്റെ നിലപാട് എന്ന് പറയുന്നത് ഈ തൊഴിൽ കോഡുകൾക്കെതിരാണ്. ഇപ്പോൾ ഈ അങ്ങ് പറയുന്ന BMS എന്ന് പറയുന്ന സംഘടനയും ഒരു തീവ്ര വലതുപക്ഷ സാമ്പത്തിക സംഘടനയാണ് എന്ന് അങ്ങ് തന്നെ ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. വളരെ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. ഇവിടുത്തെ പ്രതിഷേധങ്ങൾ ഇല്ലാതാക്കുക, പ്രതിരോധങ്ങൾ ഇല്ലാതാക്കുക. ഏത് രാജ്യത്താണെങ്കിലും നമുക്കറിയാം, ഏത് രാജ്യത്താണെങ്കിലും ഫാസിസത്തിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിയത്, ഇത് ജർമ്മനി ആയിക്കോട്ടെ, അല്ലെ മറ്റ് ഏകാധിപത്യത്തിനെതിരെ ഒക്കെ വലിയ പ്രതിഷേധങ്ങൾ ചെറുത്തുനിൽപ്പ് നടത്തിയത് നമുക്കറിയാം. അവിടെ യുഗോസ്ലാവിയയിൽ ഉൾപ്പെടെ ഇവിടെ തൊഴിലാളി വർഗമാണ് മാറ്റത്തിന് ഏറ്റവും വലിയ ചാലക ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ തൊഴിലാളി വർഗത്തെ ഇവിടെ തകർക്കുന്നതിന് വേണ്ടി നന്ദു പറഞ്ഞു, എന്തെങ്കിലും ഒരു ഇതിന്റെ പോരായ്മ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? എത്രയോ പോരായ്മകൾ ഈ നടപ്പാക്കിയിരിക്കുന്ന തൊഴിൽ കോഡുകളിന് എത്രയോ ഒരു ഉദാഹരണം മാത്രം പറയാം. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് വ്യാപാരശാലകളിൽ അല്ലെ വ്യവസായശാലകളിൽ ഇൻസ്പെക്ഷന്റെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് തൊഴിൽ വകുപ്പിന് പോലെ. ഇപ്പോൾ ഇവരൊക്കെ ഒരു സെൽഫ് ഇൻട്രസ്റ്റഡ് സെക്രട്ടറി മതി, ഇവിടെ എല്ലാം വളരെ നല്ല രീതിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്യവസായശാലകൾ നടത്തുന്ന വ്യവസായ പ്രമുഖർ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ കണ്ടു ഇവിടെ വലിയ ഈ ഇലക്ട്രൽ ബോണ്ട് സ്കാം ഒക്കെ വന്നപ്പോൾ ഈ BJP ഗവൺമെന്റ് ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് എന്ന്